ഹലോ, നമുക്കൊരു ഓണം വ്ളോഗ് ആയാലോ? അപ്പോൾ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സെക്കൻഡ് ടൈമാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ഇയേഴ്സ് ആയെങ്കിലും ഞാൻ സെക്കൻഡ് ടൈമാണ് വ്ളോഗ് എടുക്കുന്നത്. ആദ്യത്തെ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ വ്ളോഗ് കാണുന്ന ടൈമിൽ എനിക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ ഞാൻ ഭയങ്കര ചെറുതായിരുന്ന ടൈമിലാണല്ലോ നമ്മൾ ഈ വ്ളോഗ് എടുത്തതും. അപ്പോൾ അതിൻ്റെ രീതിയിൽ അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ അറിയത്തുണ്ടാവില്ല. അതിനിടയിൽ നമുക്ക് അപ്പോൾ ഹായ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ ഒരു വ്ളോഗ് കണ്ടവർക്ക് അറിയാം. അപ്പോൾ കുറേ പേര് കാണാത്തവരുണ്ടാവും, കാരണം ആ ടൈമിലുള്ളതിനേക്കാളും സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഇപ്പോൾ കൂടുതലാണല്ലോ. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് ഉത്രാട് ദിവസമാണ് കേട്ടോ. അപ്പോൾ അത് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു പരിപാടിയിലാണ്. നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ മമ്മിയും അമ്മമ്മയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തിരുവോണത്തിന് വേണ്ടിയിട്ട്. ഇതാണ് ഗൈസ് നമ്മുടെ പൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഴയായ കാരണം നമുക്ക് പൂവ് ഇട്ടാലും അതൊക്കെ അങ്ങനെ ഒലിച്ച് പോകണ കാരണം അധികം പൂവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മച്ചൻ. അപ്പോൾ എല്ലാ പൂവ് വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഇടാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ മാക്സിമം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എല്ലാ ദിവസവും പൂവിടുന്ന ടൈമിൽ മിക്ക ദിവസങ്ങളിലും നമ്മുടെ അപ്പു നീക്കാറുണ്ട്, കൂടെ പൂമ്പാച്ചി കൂട്ടോ. അങ്ങനെയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ പൂക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൂക്കൾ ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇതാണ് ഗൈസ് നമ്മുടെ രാവിലത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല അടിപൊളിയായിട്ട് ഒരു കോടമഞ്ഞും അങ്ങനത്തെ ഒരു എഫക്റ്റ് ഉള്ള ഒരു വ്യൂ ആയിരുന്നു. മഴ പെയ്തിപ്പോൾ തോർന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഓണക്കോടി. ഞാൻ ഫുൾ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. സീരിയസ്ലി എന്നെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ ഫുൾ ലുക്ക് വന്നിട്ട്. സോ ഞാൻ ഇപ്പോൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയറും പിന്നെ മേക്കപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ അതൊക്കെ റെഡി ആവുന്നത് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ അത് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. സോ ഓക്കെ, ഞാൻ ഫുള്ള് റെഡി ആയിട്ടുണ്ട് ഗൈസ്. എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഓക്കെ, വീഡിയോയിൽ കണ്ടേക്കാളും അടിപൊളിയാണ് പുറത്ത് നേരിട്ട് കാണാൻ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി എല്ലാവരും കാണിച്ചു തരാം. എല്ലാവരും മീൻസ് നമ്മുടെ ട്വിൻ ബേബീസിനെ കാണിച്ചു തരാം. ബാക്കി എല്ലാവരെയും ഞാൻ കാണിച്ചു തരാറുണ്ട്. അവർ റെഡി ആയി തരുന്നുള്ളൂ ഗൈസ്. അപ്പോൾ നോക്കാം. ഇത് നമ്മൾ പായസമൊക്കെ കിച്ചണിൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ രസമൊക്കെ അടിപൊളിയായിട്ട്. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കും അമ്മയ്ക്കാണ് കേട്ടോ. അപ്പോൾ അപ്പൂൻ്റെയും പൂമ്പാച്ചേൻ്റെ ലുക്ക് ഇങ്ങനെ നല്ല ഗൈസ്. അപ്പോൾ അടിപൊളി ഷർട്ടും മുണ്ടൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഫോട്ടോസൊക്കെ. അപ്പോൾ നിങ്ങൾ പോയി കണ്ടു നോക്കൂ ഗൈസ്. എല്ലാവരെയും ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അവൻ ഡ്രസ്സ് മാറ്റിയതാണ് കേട്ടോ. പൂമ്പാച്ചയ്ക്ക് ഞാൻ നേരത്തെ കാണിച്ച ഡ്രസ്സും ഓണക്കോടിയാണ്. അതേപോലെ തന്നെ നമ്മൾ വാങ്ങിക്കൊടുത്തൊരു ഡ്രസ്സും കൂടി ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ നമ്മളെ സദ്യ ടൈമായിരുന്നു ഗൈസ്. അടിപൊളി സദ്യ നമ്മൾ അങ്ങോട്ട് കഴിച്ച് തിമിർത്ത് ഗൈസ്. അമ്മമ്മനെ കൊണ്ട് ഞാൻ ഹായ് ഒക്കെ പറയിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ രണ്ടാളും നമ്മുടെ ട്വിൻ ബേബീസും കൂട്ടത്തിലും നമ്മളൊപ്പം തന്നെ അടിപൊളിയായി സദ്യയൊക്കെ കഴിച്ച് ഇങ്ങോട്ട് തിമിർക്കുകയാണ് ഗൈസ്. പിന്നെ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ഈ പായസം ഈസ് ഓൾവേസ് മസ്റ്റ് സാധനം ഗൈസ്. അപ്പോൾ അപ്പുറത്തു നിന്നൊക്കെ കുറച്ച് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം, കാരണം നമ്മുടെ കുഞ്ഞാവുള്ളത് കൊണ്ടാണ്. ക്ഷമിക്കണം ഗൈസ്. ഓക്കെ, നമ്മുടെ അടിപൊളി ചെറുപയർ പായസമൊക്കെ കുടിച്ച് നമ്മൾ സെറ്റായി ഗൈസ്. ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് നല്ല സെറ്റായിട്ടിരിക്കുകയാണ് ഗൈസ്. മമ്മി ഞാനും ഒരേ മാച്ച് കളറൊക്കെയാണ് ഗൈസ്. ഇനി നമുക്കൊരു ട്രിപ്പാവാം. ട്രിപ്പൊന്നല്ലടാ, ഈ നാട്ടിൽ ഉള്ളവരിൽ 3 ആൾ ഓണത്തിന് നമ്മുടെ വീട്ടിൽ കുറവുണ്ട്. അവരെ വീട്ടിലോട്ട് പോയാലോ? പിന്നെ ആ ഒരു സ്ഥലം വേറെ എവിടെയല്ലടാ, നമ്മുടെ ഉണ്ണീനെയും നമ്മുടെ ചെറിയ ഉണ്ണീനെയും കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ കണ്ട് നമ്മൾ അവിടെ പോയി ഓണക്കോടിയൊക്കെ കൊടുത്ത് നല്ല സെറ്റായി പിന്നെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കാറ് വിളിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ കണ്ണതാണ് നമ്മുടെ ഡ്രൈവർ കേട്ടോ. പിന്നെ അതേ ബാക്കിലെല്ലാവരും ഉണ്ട്. ഞാനും അമ്മച്ചനാണ് മുമ്പിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ നമ്മൾ വീട്ടിലോട്ട് അങ്ങോട്ട് എത്തി ഗൈസ്. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2025 ഒരു ഓണം കഴിഞ്ഞു ഗൈസ്. സോ എന്താ പറയുക, നിങ്ങൾ ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്ത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഒപ്പം തന്നെ നിങ്ങളും ഈ ഒരു ഓണം ആഘോഷിച്ചു എന്ന് കരുതുന്നു. സോ ബൈ.